ആയുർവേദ മരുന്നുകൾ കഴിച്ചാൽ ലിവർ നശിച്ചു പോകുമോ എന്ന് ഒരുപാട് പേരുടെ വലിയൊരു സംശയമാണ്. ഇന്ന് കാലത്ത് എൻ്റെ ഒ പിയിൽ വന്ന രോഗി ചോദിച്ച ചോദ്യമാണ്, ഡോക്ടറെ, അവരുടെ അവര് ഓൾറെഡി ഒരു രോഗത്തിന്, ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗത്തിന് ചികിത്സ ചെയ്യുന്നുണ്ട്, നമ്മുടെ അടുത്ത് മരുന്ന് കഴിക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് അവരുടെ അപ്പന് ലിവർ സിറോസിസ് വന്നു. ലിവർ സിറോസിസ് വന്ന് ഇവർ പല ഹോസ്പിറ്റലുകളിലും പോയപ്പോൾ എല്ലാ ഡോക്ടർമാരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തെങ്കിലും ആയുർവേദ മരുന്ന് കഴിച്ചിരുന്നോ എന്നുള്ളത്. അപ്പൊ അവരുടെ ഒരു അറിവിൽ അങ്ങനെ ആയുർവേദ മരുന്നൊന്നും അവർ കഴിച്ചിട്ടില്ല. പക്ഷെ മദ്യപാനിയുമല്ല. പിന്നെ എന്തുകൊണ്ട് ഇത് വന്നു? അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർക്കും സംശയമായി, ആയുർവേദ മരുന്ന് ലിവർ നശിപ്പിക്കുമോ എന്നുള്ളത്. ഇവരുടെ അപ്പന്റെ കേസിൽ ലിവർ സിറോസിസ് വന്ന ഒരിക്കലും ആയുർവേദ മരുന്ന് കഴിച്ചിട്ടല്ല എന്നുള്ളത് അവർക്ക് ഉറപ്പാണ്. ബിക്കോസ് അവര് അപ്പൻ അങ്ങനെ ആയുർവേദ മരുന്ന് കഴിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ലിവർ സിറോസിസ് ഉണ്ടാവുന്നത്? അതിനൊരു ആൻസർ നമുക്ക് കണ്ടെത്തണം. ആയുർവേദ മരുന്നും അല്ല, മദ്യപാനവും ഇല്ല, പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശൂർ. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനിവിടെ ഒത്തിരി ലിവർ പേഷ്യൻസിനെ ചികിത്സിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ലിവർ സിറോസിസ് വന്നിട്ടുള്ള രോഗികളെ ഒരുപാട് ചികിത്സിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു നിഗമനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് അസിഡിറ്റി മാത്രമാണ്. അതായത് ഈ ഒരുമാതിരിപ്പെട്ട ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഒരു 75-80% ലിവർ സിറോസിസ് രോഗികളും അസിഡിറ്റി മൂലം കഷ്ടപ്പെടുന്നുണ്ട്. അതായത് എല്ലാ സമയവും ഗ്യാസിന്റെ പ്രോബ്ലം, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും കഴിച്ചില്ലെങ്കിലൊക്കെ ഗ്യാസിന്റെ പേരിൽ ബുദ്ധിമുട്ടുന്നവര്. ഞാൻ ഇന്ന് വന്ന രോഗിയുടെ അടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചായ കുടിക്കാറുണ്ടായിരുന്നു അപ്പൻ? ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ ചായക്ക് ഭയങ്കര അഡിക്റ്റ് ആണ്. ഈ ചായയിൽ നിന്നുമാണ് ഭയങ്കരമായ അസിഡിറ്റി ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കയറി വരുന്നത്. പലപ്പോഴും ഈ പറയുന്ന ഈ ചായയെ പോലെ അല്ലെങ്കിൽ സ്പൈസസ് ഒഴിവാക്കി അത് ഒരുപാട് കഴിക്കുന്നവരുടെ എരിവും പുളിയും കാന്താരി മുളക് സ്ഥിരമായിട്ട് കഴിച്ചാൽ മതി ലിവർ കേടാവാനായിട്ട്. ഇതിന്റെ പേരിൽ ഇത്തരം തെറ്റായിട്ടുള്ള ഭക്ഷണക്രമങ്ങൾ കഴിച്ച് അവസാനം ലിവർ സിറോസിസ് വരുമ്പോൾ അത് ആയുർവേദത്തിന്റെ പേരിൽ പഴിച്ചായിരുന്നു. വളരെ വേദനാജനകമാണ്, ആനമണ്ടത്തരമാണ്. ഞാൻ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത് തന്നെ, ലിവർ സിറോസിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വൈറൽ അസിഡിറ്റിയാണ്. അപ്പോൾ നമുക്ക് തോന്നും, എന്നാൽ എല്ലാ അസിഡിറ്റി ഉള്ളവർക്കും വരേണ്ടതല്ലേ എന്നുള്ളത്. ഓരോ ജനറ്റിക്കലായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് അസിഡിറ്റി കൊണ്ട് ലിവറാണ് കേടാവുന്നതെങ്കിൽ മറ്റൊരാൾക്ക് കണ്ണായിരിക്കാം നശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പാങ്ക്രിയാസിനായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അത് പ്രമേഹമായിരിക്കും, അല്ലെങ്കിൽ ഹൃദ്രോഗമായിരിക്കാം. അപ്പോൾ കാരണം പലപ്പോഴും വയറിലുണ്ടാകുന്ന അസിഡിറ്റി തന്നെയാണ്. ഈ അസിഡിറ്റിയെ അവഗണിച്ചുകൊണ്ട് ആയുർവേദ മരുന്ന് എന്ന് പറഞ്ഞ് ആയുർവേദത്തെ പഴിചാരുന്നത് അപലപനീയമാണ്. അതില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്റ്റഡി റിപ്പോർട്ട് ഞാൻ ഒരു രോഗി സ്ഥിരമായിട്ട് ദശമൂലാരിഷ്ടം കഴിച്ചു എന്നുള്ളതാണ്. അതായത് 10-15 വർഷം ഓരോ കുപ്പി ദശമൂലാരിഷ്ടം ദിവസം കുടിക്കും. അത് മദ്യപാനത്തിന് പകരമായിട്ടൊരു വ്യക്തി ചെയ്ത അതിന്റെ പേരിലൊക്കെയാണ് പലപ്പോഴും ആയുർവേദം പഴി കേൾക്കേണ്ടി വരുന്നത്. അതുപോലെ ഇത്തരത്തിലുള്ള ഹെവി അസിഡിറ്റി ഉണ്ടാക്കുന്ന 10-15 ചായ കുടിക്കുന്നൊന്നും പലപ്പോഴും ഗവേഷണങ്ങളിൽ ചോദിക്കാറില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആയുർവേദ മരുന്ന് കഴിച്ചിട്ടുണ്ടോ എന്ന് മാത്രമാണ് പലപ്പോഴും ചോദിക്കാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളായിട്ടുള്ള ചിന്തകൾ ഒരിക്കലും നമ്മുടെ രോഗികൾ നമ്മൾ പിന്തുടരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാൻ പലപ്പോഴും ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എത്രയോ വർഷങ്ങളായിട്ട് രോഗികൾ അവിടെയുള്ള ഒരു ഡിസ്പെൻസറിക്ക് ചുറ്റും കുറേ പേരുണ്ട്, വയസ്സായ അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ ഉണ്ട്. 10, 15, 25 വർഷമായിട്ട് ആയുർവേദ മരുന്ന് കഴിക്കുന്നു. അവരിൽ നടത്തിയ സ്റ്റഡികളിലൊന്നും അവർക്ക് ആർക്കും ലിവർ സിറോസിസോ ഒന്നും വരുന്നില്ല എന്ന് മാത്രമല്ല, അവരൊക്കെ കൂടുതൽ ഹെൽത്ത് ഉള്ളതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഇവിടെ പേഷ്യൻസ് തന്നെയാണ് 10-15 വർഷമായിട്ട്. വയസ്സായവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും മരുന്ന് മുടങ്ങാൻ അവർ സമ്മതിക്കില്ല. അത്തരത്തിൽ മരുന്ന് കഴിക്കുന്ന ഒരുപാട് പേര് എനിക്കുണ്ട്. ഇവരെല്ലാം എപ്പോഴും വളരെ ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, എൻ്റെ ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് ഗവൺമെന്റ് സർവീസിന് റിസൈൻ ചെയ്തതിന് ശേഷമുള്ള സമയത്ത്, ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ടുള്ള ഒരു സമയത്തിന്റെ ഇടയ്ക്ക് 12 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്ന വ്യക്തികൾ എനിക്കറിയാം. അതിന് മുമ്പ് ഗവൺമെന്റ് സർവീസിന് മുമ്പും വരെ എൻ്റെ നിന്ന് മരുന്ന് കഴിക്കുന്നവരായിരുന്നു. ഇപ്പോൾ മിനിമം ഒരു 10-15 വർഷമായിട്ടൊക്കെ എനിക്കറിയാവുന്ന കുറെ രോഗികളുണ്ട്. അവർക്ക് ആർക്കും ലിവർ സിറോസിസ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ 80കളിലേക്ക് കടന്ന അവരൊക്കെ മറ്റുള്ളവരെക്കാൾ ആരോഗ്യത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ലിവർ സിറോസിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അസിഡിറ്റിയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വന്നു ലിവർ സിറോസിസ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് നോക്കിയപ്പോൾ ആ ഒരു വാരിയൽക്ക് ഉള്ളിലാണ് ഈ ലിവർ ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ ഇൻഫ്ലമേഷൻ, ഭയങ്കരമായ ചൂടുണ്ടായിരുന്നു. 10-15 വർഷമായിട്ട് ലിവറിൽ ഭയങ്കര എൻസൈംസ് എല്ലാം SGOT SGPT ഒക്കെ കൂടുതലാണ്. ഈ വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്ന് മുതലാണ് ലിവർ കംപ്ലൈന്റ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, അവർക്ക് മഞ്ഞപ്പിത്തം വന്നതിന് ശേഷമാണ് ലിവർ കേടായത്, ലിവറിന് നാശം സംഭവിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിന് ബിലിറൂബിനൊക്കെ നോർമൽ ലെവലിലാണ് നിൽക്കുന്നത്. പക്ഷെ എങ്കിലും നമ്മൾ ആയുർവേദത്തിൽ പറയും ധാതുഗത ജ്വരം എന്ന് പറയും. അത് ഒരു അവയവത്തിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴോ വൈറസിന്റെ സാന്നിധ്യം നിന്ന് കഴിയുമ്പോൾ അത് മൈൽഡായിട്ട് ആ ലിവറിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പേരെ ഞാൻ എൻ്റെ ലിവറിന്റെ ചികിത്സയുടെ ഇടയിൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. അതായത് അസിഡിറ്റിക്ക് പുറമെ മഞ്ഞപ്പിത്തം വന്ന് അത് യഥാർത്ഥ ചികിത്സ കിട്ടാതെ അത് ലിവർ സിറോസ് ആയിട്ട് മാറിയിട്ടുള്ള വ്യക്തികളെയും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം അമിതമായിട്ട് കൊഴുപ്പ് കഴിച്ചുകൊണ്ട് ലിവർ സിറോസിസ് വരുന്നില്ല, ഫാറ്റി ലിവർ മാത്രമാണ് സംഭവിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. അതുപോലെ തന്നെ മദ്യപാനത്തിൽ തീർച്ചയായിട്ടും ലിവർ സിറോസ് വരും. അതിൽ നമുക്ക് സംശയമുള്ള കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മദ്യപാനത്തിലാണെങ്കിലും മദ്യം വിഷമാണ്, മദ്യം അത് ലിവർ കോശങ്ങളെ നശിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അത് ഒരുപാട് അസിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനം കൂടിയാണ്. ഞാൻ പറഞ്ഞു വന്ന എൻ്റെ ഇപ്പോൾ പ്രധാനപ്പെട്ട പോയിന്റ് അസിഡിറ്റിയാണ് ലിവർ സിറോസിസിന് കാരണമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അസിഡിറ്റിയെ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ലിവർ സിറോസിനെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് തോൽപ്പിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ഫൈബ്രോ സ്കാൻ ഒക്കെ ചെയ്ത രോഗികളൊക്കെ വരുമ്പോൾ 47 ഫൈബ്രോ സ്കാനിൽ വന്നിട്ടുള്ള രോഗികളൊക്കെ നമ്മൾ ചികിത്സിച്ച് ഇപ്പോൾ ജീവനോട് ഇരിക്കുന്നവരുണ്ട്. 20 ഫൈബ്രോ സ്കാനിൽ സ്കോർ വന്നിട്ട് അതൊക്കെ നോർമലിലേക്ക് കൊണ്ടുവന്നിട്ട് വ്യക്തികളെ നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ ചികിത്സിച്ച് ഞാൻ പറയും ലിവർ സിറോസിന്റെ ഏറ്റവും ബെസ്റ്റ് ചികിത്സ ഇരിക്കുന്നത് ആയുർവേദത്തിലാണ്. ആയുർവേദത്തിലൂടെ മാത്രമാണ് നമുക്ക് ആ ലിവറിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ആയുർവേദ ഡോക്ടറെ കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ ഫാറ്റി ലിവർ, ലിവർ സിറോസിസ് എന്നുള്ള ആ രോഗങ്ങളെ കുറിച്ചും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.